ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. മറ്റൊരു വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി 15 ബാങ്ക് നിഫ്റ്റിയാണ് അനാലിസിസ് ചെയ്യുന്നത്. നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. 2 hour ടൈം ഫ്രെയിമിൽ പോവാം. ഫിബോ എടുക്കാം. ഈ ഹൈ നിന്ന് ഈ ലോ വരെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ഈ 0.5 0.618 ലെവൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇത് സെല്ലേഴ്സിൻ്റെ സോണായിട്ട് മാറും. ഓക്കെ, സെല്ലേഴ്സിൻ്റെ സോണാണ്. ബയേഴ്സിന് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഈ ലോയിൽ നിന്ന് ഈ ഹൈയിലോട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, 0.5 0.6 ലെവൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് സോൺ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും നിഫ്റ്റി 50 എവിടെയാണ് ഉള്ളത് അവരുടെ മേജർ ഒരു സോൺ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് നമ്മൾ എത്ര അപ്പ് മൂവ് കണ്ടെന്ന് പറഞ്ഞാലും സെല്ലേഴ്സിൻ്റെ ഈ സോണിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു ഫർദർ അപ്പ് മൂവ് ഉണ്ടാവില്ല. ഇതിനിടയിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ലെവൽസ് എല്ലാം വരും. ഉദാഹരണത്തിന് എന്താ ഈ ലെവൽ 24,854.80, ഈ ലെവൽ ഒരു മേജർ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു സസ്റ്റനൻസ് വന്നാലേ വീണ്ടും ഒരു ഫർദർ അപ്പ് മൂവ്, വീണ്ടും ഹയർ ലെവൽസിലോട്ടുള്ള പോക്ക് സാധ്യമാവുകയുള്ളൂ. ഞാൻ അത് എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങളുടെ ചാർട്ടിൻ്റെ തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. വൺ സൈഡ് മൂവാണ് ഇത് നടന്നത്, നല്ലൊരു ബിഗ് മൂവ് അല്ലേ? പക്ഷെ ഇത് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇങ്ങനെ നിന്നു, അതുപോലെ തിരിച്ചു വീഴുകയും ചെയ്തു അല്ലേ? ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ബ്ലാസ്റ്റിംഗ് മൂവ് ഡയറക്റ്റ് ത്രൂ ഔട്ട് വന്നതിന് ശേഷം ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അത് സസ്റ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ താഴോട്ട് വീഴുന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഒരു മേജർ ലെവൽ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ അപ്പോൾ വരുന്ന ബയേഴ്സ് സ്ട്രോങ് ബയേഴ്സ് തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ കൂടി വീണ്ടും ഒരു ഹയർ ഹൈസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അതിന് ചിലപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് വീണ്ടും തിരിച്ച് വന്ന് വന്നു പോയി അങ്ങനെ നിന്ന് കയറി പോകണം. അല്ല, ഇതുപോലെ വരുന്ന പോകണമെങ്കിൽ ഉറപ്പായിട്ട് വീണ്ടും താഴെ തന്നെ വരും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആ സൈക്കോളജി. പിന്നെ ഇത് ബയേഴ്സിൻ്റെ ഒരു ടെമ്പററി സോൺ ആണെന്നുണ്ടെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ മൂവി ഇത് തൊട്ടുള്ള മൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സോണാണ്. ഓക്കെ, വേറെ സ്ട്രോങ് സോൺസ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കണം. നമുക്ക് നോക്കാമല്ലോ. ഫിബോ എടുക്കുക. ഈ ലോയിൽ നിന്ന് ഈ ഹൈ നോക്കാം. ഇതാണ് സോൺ. നെക്സ്റ്റ് ഒരു മേജർ സോൺ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും മാർക്കറ്റാണ് പറയാൻ നോക്കില്ല. ചിലപ്പോൾ വീണ്ടും പോയി എന്ന് വരാം, തിരിച്ചു വന്നു വരാം. അതൊക്കെ മാർക്കറ്റിലേ തീരുമാനിക്കുന്നത്. നമുക്കൊക്കെ ലൈവ് മാർക്കറ്റിൽ കണ്ടറിയാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിൽ സോൺസ് ഉണ്ട്. അതനുസരിച്ച് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ ട്രേഡ് എടുക്കാം. ഓക്കെ, നിഫ്റ്റി 50 കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ബാങ്ക് നിഫ്റ്റി. അത് സെല്ലേഴ്സ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അത് ഡെയിലിയിൽ നോക്കാം. ഈ ഹൈ ടു ഈ ലോ ഓഗസ്റ്റ് 6 ലോ വരെ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. 0.5 0.618 പ്ലോട്ട് ചെയ്യുക. സെല്ലേഴ്സിൻ്റെ സോണിൽ ചെയ്യുക. അപ്പോൾ റെഡ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ വേറെ നിങ്ങളുള്ളത്. ഓക്കെ, പ്ലോട്ട് ചെയ്തു. ഇതാണ് സോൺ, സെല്ലേഴ്സിൻ്റെ സോൺ. ബയേഴ്സിന് ഇതിലുണ്ടോ? ഈ മൂവ് വെച്ച് ബയേഴ്സിനെ നോക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഈ ഈ മൂവ് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ജൂൺ 4 ഇലക്ഷൻ റിസൾട്ടിൻ്റെ എന്നുള്ള മൂവ്.
അന്നത്തെ ലോ തൊട്ട് ഈ ഹൈ വരെ പ്ലോട്ട് ചെയ്യാം. റെഡിൽ നിന്നല്ലേ തുടങ്ങിയപ്പോൾ റെഡ് ഈ മൂവ് വരെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ബയേഴ്സ് അല്ലേ, അപ്പോൾ ഗ്രീൻ കൊടുക്കാം. കണ്ടില്ലേ, ആ സോണിലാണ് വന്ന് മാർക്കറ്റ് റിയാക്ഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഥവാ ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇതുവരെ വരും എന്നുള്ളൊരു ടാർഗറ്റ് മനസ്സിൽ കാണാം. ഓക്കെ, 46,000 വരെ വരാം. ഇത് അഥവാ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തിരിച്ചു വരും, ചിലപ്പോൾ റിയാക്ഷനൊക്കെ കാണിക്കും വരും. വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലും ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ കണ്ടില്ലേ, വൺ സൈഡ് ഒരു മൂവ് ആയിരുന്നു. പിന്നെ ഇവിടെ അങ്ങ് നിന്ന് പോയി ഇപ്പോൾ പോവും മുകളിൽ പോകുമ്പോൾ പറഞ്ഞു നിന്നിട്ട് ആ വീഴാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ഹൈക്കും ഇതിൽ കറക്റ്റ് ഈ സൗണ്ട് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, പക്ഷെ ഇതുപോലെ ഒരു റോക്കറ്റാണ് ഒറ്റപ്പോക്ക് പോകാതെ ഇവിടേക്ക് വന്ന് താഴെ പോയി വന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ അത് നല്ലൊരു മൂവ് വരുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഫോള് ഇപ്പോൾ താഴെ പോകുന്നതൊക്കെ കാണിച്ചിട്ട് ട്രാഫിക്കാണല്ലോ കൂടുതൽ ബാങ്ക് നിഫ്റ്റി ആക്കി ഇവിടെ വന്നിട്ട് താഴെ വരും എന്നൊക്കെ കാണിച്ചിട്ട് പക്ഷെ താഴെ പോവാതെ ഹയർ ലോസ് തന്നെയാണ് ഉണ്ടാക്കി നിൽക്കുന്നതാണെങ്കിൽ, എന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുകളിൽ പോകുന്നതാണ്. അതില്ല, അല്ലാതെ ഇതുപോലെ ഓൺ സൈഡ് മൂവ് വന്നിട്ട് ഇപ്പോൾ പോവും എന്നൊക്കെ കാണിച്ച് നിൽക്കുകയാണെങ്കിൽ അത് പോവില്ല. കണ്ടില്ലേ, താഴെ വന്നു വീണ്ടും നോവില്ല പോക്ക് ഇപ്പോൾ പോകും. ഇപ്പം അങ്ങ് റോക്കറ്റ് മൂവ് വരുന്ന രീതിയിലൊക്കെ നിന്ന് അതുപോലെ താഴെ വന്നു. ഇപ്പോഴൊക്കെ മുകളിൽ പോകുന്നു, ബൈസ് കൊണ്ടുപോകുന്നു, സെല്ലേഴ്സ് താഴെ കൊണ്ടുവരുന്നു. കാരണം ഇങ്ങനെ സസ്റ്റൈനബിൾ അല്ലാത്ത മൂവിലാണ് ഇതുവരെ വന്നത്, അതുകൊണ്ടാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി മൂവ് ചെയ്ത് ഇവിടേക്ക് റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണിച്ച് വീണ്ടും ഒന്ന് താഴേക്ക് വന്നിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ മൂവ് ആയിരിക്കും, വീണ്ടും മുകളിൽ പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വരും. എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യാം, തിരിച്ച് ഇതൊക്കെ ടാർഗറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാം. അത് അപ്പോഴത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞതാണ് ഇത് ബയേഴ്സിന്റെ സോൺ, സെല്ലേഴ്സിന്റെ ഒരു മേജർ സോൺ. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. ആ ലൈവ് മാർക്കറ്റിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, താങ്ക് യു.